നവീന്റെ ഈ സ്നേഹം എപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാവൂ? എന്തെങ്കിലും ഒരിക്കൽ ഞാൻ വേഷം കെട്ടി വന്നവളാണെന്ന് തിരിച്ചറിയുമ്പോ ഇതുപോലെയൊക്കെ പെരുമാറാൻ നവീന് കഴിയോ? ഒരു പക്ഷെ അപ്പ എന്നോട് ചോദിക്കില്ലേ, നിനക്കെന്നെ സ്നേഹിക്കാൻ എന്ത് യോഗ്യതയായിരുന്നു എന്ന്? ചോദിക്കും. എന്നോട് ചോദിക്കാൻ എല്ലാവരുടെ നവലും ചോദ്യങ്ങളുണ്ട്. ഒരിക്കലും സംഭവിക്കും പാടില്ലായിരുന്നു. ഈശ്വര, ഇത്രയും വലിയൊരു സന്തോഷം പോലും സങ്കടത്തിന്റെ രൂപത്തിലാണല്ലോ എനിക്ക് സംഭവിക്കുന്നത്. എന്തുപറ്റി? എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ താൻ. ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിൽ പുറകിന്ന് വന്നോടല്ലേ? ഇനി ഞാൻ അടുത്തേക്ക് വരുമ്പോ ഞാൻ പുറകിന്ന് പേര് വിളിച്ച് ശബ്ദം ഉണ്ടാക്കിയിട്ടേ വരൂ. അമ്മയും ഞെട്ടരുത്, എന്റെ കുഞ്ഞും ഞെട്ടരുത്. അച്ഛൻ, അമ്മ, മുത്തശ്ശി എല്ലാവരുടെയും സന്തോഷം കാണുമ്പോ വല്ലാതങ്ങ് മനസ്സെന്നറിയാം. എടോ, നമ്മൾ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് എത്രയൊക്കെ നേട്ടങ്ങളുണ്ടാക്കി അവരുടെ മുന്നിലേക്ക് വന്നാലും അവർക്ക് കിട്ടാത്തൊരു സന്തോഷമുണ്ട്. അവരൊരു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആവുമ്പോൾ അവരനുഭവിക്കുന്നത്. അത് അച്ഛൻ്റെ അമ്മയുടെ മുഖത്തുനിന്ന് നമുക്ക് വായിച്ചെടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും നമ്മൾ അത്രയൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന്. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു. ശരിക്കും തന്റെ മനസ്സിൽ എന്താ തോന്നുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എൻ്റെ അടുത്ത് പറയണ്ട. എനിക്ക് ഒരു പെണ്ണാവാനൊന്നും പറ്റത്തില്ല, പക്ഷേ ഒരു പെണ്ണിന്റെ ഫീലൊക്കെ എനിക്ക് മനസ്സിലാവും. അമ്മയമ്മ പോകുന്നതിൻ്റെ ഒരു ത്രില്ല് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പറ, എന്താ ശരിക്കും തനിക്ക് തോന്നുന്നത്? എന്റെ ഭാഗ്യാണ് നവീന്റെ കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളത്. എന്റെ വിശ്വാസം അതാ. നവൻ ആഗ്രഹിക്കുന്ന, നവൻ ഇഷ്ടപ്പെടുന്നൊരു കുഞ്ഞിനെ നവീന്റെ കയ്യിൽ വെച്ചു തരാൻ എനിക്ക് പറ്റണം. അത്രേ ഉള്ളൂ. ഓക്കെ. അതെ, ഞാനിപ്പോ വരാം. എനിക്ക് ഒന്ന് അമ്മയെ കണ്ടിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ചിലപ്പോ താൻ മറന്നുപോയ കാര്യമായിരിക്കും. അതെന്താ ഞാൻ മറന്നുപോയ കാര്യം? ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് പറയാം.